നോബൽ കൂടിയുണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്ന്. നോബൽ, സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ മകൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിധിക്ക് ശേഷമുള്ള അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? സിദ്ദിഖ് രണ്ടാഴ്ചയ്ക്കകം SITയുമായി, ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ SITയുമായി സഹകരിക്കണമെന്നടക്കം, രണ്ടാഴ്ചയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്, അതിനിടയ്ക്ക് SITയുമായി സഹകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ഉത്തരവിലുണ്ട്. എന്താണ് കോടതിയിൽ നിന്ന് നമുക്കിപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ, നോബൽ? സ്മൃതി, കോടതിയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം സിദ്ദിഖിന് ഉണ്ടായിരിക്കുന്നു. സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖ് ഇപ്പോൾ കോടതിക്ക് അകത്താണ് ഉള്ളത്. അല്പസമയത്തിന് തന്നെ അദ്ദേഹം ഈ ഗേറ്റ് വഴി കടന്നു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പം മുമ്പ് ഈ കേസിന്റെ അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥ കൂടിയായ മെറിൻ ജോസഫ് IPS കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അവർ പോയപ്പോൾ നമ്മൾ പ്രതികരണം തേടി, ഒന്നും ഔദ്യോഗികമായി പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്താണെങ്കിലും കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ വരാനുള്ളത് ഷാഹിൻ സിദ്ദിഖിന്റെ പ്രതികരണമാണ്. എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്? പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘവുമായി സഹകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. സിദ്ദിഖിന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാനും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ അന്വേഷണ സംഘവുമായി സഹകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഷാഹിൻ സിദ്ദിഖ് വ്യക്തമാക്കും എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഷാഹിൻ സിദ്ദിഖ് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. അഭിഭാഷകരും കൂടെ ഉണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഈ കേസിന്റെ ആ വാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അഭിഭാഷകർ തന്നെ വിശദീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണെങ്കിലും മെറിൻ ജോസഫ്, അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ഷാഹിൻ സിദ്ദിഖിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് എത്തും. സ്മൃതി, ശരി. മകന്റെ അടക്കം പ്രതികരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ശ്യാം, ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കോടതി നടപടികൾ തുടങ്ങുന്നു, വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാരിന് നോട്ടീസ് അയക്കുന്നതിലേക്ക് അടക്കം പോവുകയാണ്. അന്വേഷണവുമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ, അന്വേഷണമായി സഹകരിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സിദ്ദിഖിനോട് കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്യാം, ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഒളിവിലാണ് സിദ്ദിഖ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്താതെ ഒളിവിൽ പോകാൻ സിദ്ദിഖിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇപ്പോൾ തിരിച്ച് അപ്പുറത്ത് മുകുൾ റോത്തഗി വാദിക്കുന്നത് അറിയപ്പെടുന്ന നടനാണ്, ഒളിച്ചോടില്ല, ഇവിടെ തന്നെയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടിരിക്കുന്ന കാര്യം നേരെ തിരിച്ചുമാണ്. അത് കൃത്യമായി വിശദീകരിക്കുന്നതിൽ, കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയോ? കോടതി ഇതിൽ ഏറ്റവും സുപ്രധാനമായി പരിഗണിച്ചത് ഈ പരാതി നൽകാനുള്ള കാലതാമസമാണ്. കാരണം ബലാത്സംഗ കേസാണ്, പരാതി നൽകാനുള്ള കാലതാമസമാണ്. ഇതിൽ സാഹചര്യ തെളിവുകളാണ് പരിശോധിക്കേണ്ടത്. ഇനി എന്തെങ്കിലും കൂടുതലായ തെളിവുകൾ ഇതിൽ പരിഗണിക്കാനുമില്ല. അതിൻ്റെ ആനുകൂല്യമാണ് സിദ്ദിഖിന് സുപ്രീം കോടതി നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വാദം കേട്ടതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതും. മറ്റ് നിരവധിയായ വലിയൊരു വിശദമായ വാദത്തിലേക്ക് സുപ്രീം കോടതി ഒരു ഘട്ടത്തിലും കടന്നില്ല. ആകെ പറഞ്ഞത് ഈ അതിജീവിതയുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയില്ല എന്നതിന് ആധാരമായി അത്തരമൊരു വാദം ഉന്നയിച്ചിട്ടില്ല. അതായത് ബലാത്സംഗം നടന്നുവെന്ന വാദം അതിജീവിത നേരത്തെ ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യമാണ് സിദ്ദീഖിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ. ഞാൻ ശ്യാമിലേക്ക് വീണ്ടും